പ്രേക്ഷകരെല്ലാം മനസ്സും മരവിച്ച അവസ്ഥയിലാണ്. ഒരു ജീവനോടെ രക്ഷപ്പെടുത്താനാകണം ഒരു മനുഷ്യനെയെങ്കിലും ആ ദുരന്തമുഖത്ത് എന്ന് തന്നെയാണ് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ നമുക്ക് മുമ്പിലുള്ളത് ഈ പ്രധാനപ്പെട്ട പാലമാണ്. ഒറ്റപ്പെട്ട് കിടക്കുകയാണ് മുണ്ടക്കൈയും അട്ടമലയും. നോക്കൂ, വലിയ ജനവാസമുണ്ടായിരുന്ന മേഖലയാണ്. ആയിരക്കണക്കിന് ആളുകൾ സ്വപ്നങ്ങളുടെ ഭാരവുമായി എത്തിച്ചേർന്ന ഒരു സ്ഥലമാണ്. ആ രണ്ട് സ്ഥലങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന കാഴ്ചയാണ് അവിടെ ഉള്ളത്. ആ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരണം. അവിടെ മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുന്ന ജീവനുകളിൽ ശ്വാസത്തിൻ്റെ ഒരു അവസാനത്തെ കണികയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. അട്ടമലയും മുണ്ടക്കൈയും ബന്ധപ്പെടുത്തുന്ന ചൂരൽമലയിലെ തകർന്നിട്ടുള്ള പാലത്തിന് പകരമായിട്ടുള്ള താൽക്കാലിക ബെയിലി പാലം നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യയുടെ സൈന്യം നിലവിലുള്ളത്. ശ്രമകരമായ ദൗത്യമാണ്. നോക്കൂ, നമ്മൾ നേരത്തെ സംസാരിച്ച് ബെയിലി പാലത്തെപ്പറ്റി അവസാനം സംസാരിച്ച് ഒരു അരമണിക്കൂർ പിന്നിടുകയാണ്. ആ സമയത്തിനുള്ളിൽ തന്നെ ഇത്രത്തോളം നീളത്തിൽ പാലം തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അല്ലമീനുണ്ട് ചൂരൽമലയിൽ നിന്ന് വിവരങ്ങളുമായി. അമീൻ, അതികഠിനമായ പ്രയത്നമാണ്. പക്ഷെ വേഗത്തിൽ തന്നെ ചിട്ടയാർന്ന പ്രവർത്തനത്തിലൂടെ പരിശീലനം ലഭിച്ചിട്ടുള്ള സൈനികർ ആ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ തള്ളി നീക്കുന്ന നടപടികൾ എത്രത്തോളമായി? ഈ മറുകരയിലേക്ക് പാലം എത്തിക്കഴിഞ്ഞു. ഇതിലെ പ്രതീക്ഷയുടെ ഒരു പാലം, ആത്മവിശ്വാസത്തിലേക്ക് നടന്നു കയറാനുള്ള ഒരു പാലം, അതിൻ്റെ പ്രാഥമിക ഘട്ടങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൻ്റെ മറുകരയിലേക്ക് എത്താനായി ഇനി അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഇരുഭാഗത്തുമുള്ള കൈവരികൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് അതിൻ്റെ നിർമ്മാണം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒന്ന് തള്ളി നീക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിൻ്റെ നമുക്കിപ്പോൾ കാണുന്ന അങ്ങേ തലയ്ക്കുള്ള ഭാഗം പുഴയുടെ മറുകരയിലേക്ക് എത്താനുള്ള തരത്തിലേക്കായിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ആ മതിലുകളൊക്കെ ഇടിഞ്ഞതുകൊണ്ട്, ഈ പുഴയുടെ അരികൊക്കെ ഇടിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരു 2 ലെയറിൽ കൂടിയും ഒരു പക്ഷേ ഈ സ്റ്റാച്ചുകൾ വെക്കേണ്ടി വരും, ഈ കൈവരികൾ വെക്കേണ്ടി വരുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒറ്റനോട്ടത്തിൽ പാലം റെഡിയായി എന്ന് തന്നെ പറയാം. ഒരു ഇരുമ്പ് പാലത്തിൻ്റെ പ്രതീതി നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്ലാറ്റ്ഫോമാണ് ഇനി തയ്യാറാക്കേണ്ടത്. ഇനിയെന്ന് പറയുമ്പോൾ അതിൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ കൈവരികൾ തയ്യാറാക്കുന്ന പ്രാഥമിക നടപടികൾ അത് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതിനുശേഷമാണ് അതിൽ പ്ലാറ്റ്ഫോം വിരിച്ച് അത് ബലപ്പെടുത്തിയെടുക്കേണ്ടത്. ഏതായാലും ഈ പറയുന്ന മണ്ണിൽ, ചെളിമണ്ണിൽ ഈ പറയുന്ന കാലൊക്കെ അതിലേക്ക് താഴ്ന്നു പോകുമ്പോഴും അവിടെയൊക്കെ മല്ലിട്ടുകൊണ്ടാണ് സൈന്യം ഈ പാലത്തിന്റെ നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നത്. ഇത് മാത്രമല്ല, ഒരു വേള അവർക്ക് നിൽക്കാൻ പറ്റാതെ ഈ വലിയ ഭാരമാണ് ചുമന്ന് വരുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഒരുപാട് സൈനികർ ചേർന്ന് അതിന്റെ പാളികൾ എടുത്തുകൊണ്ടുവരുന്നുണ്ട്, ഇരുമ്പ് പാളികൾ കൊണ്ടുവരികയാണ്. അത് കൊണ്ടുവരുമ്പോൾ ഒരു നിലയില്ലാ കയത്തിൽ എന്ന രീതിയിൽ അവരിവിടെ കിടന്ന് അവരുടെ ബാലൻസ് തെറ്റി പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഇത്രയും ഭാരമൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരാൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ മുഴുവൻ പേരുടെയും ബാലൻസ് പോവുകയും അവർ മുഴുവൻ അതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ചെളിക്കുണ്ടിലൂടെ കടന്നു വരുമ്പോൾ സ്വാഭാവികമായും അവർ നിലയില്ലാ കയത്തിൽ എന്ന രീതിയിലാണ് അത് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അത് സുഗമമാക്കുന്നതിന് ഇവിടെ തകർന്നു കിടന്ന ചില കടകളുടെ മേൽക്കൂരകൾ, ആസ്ബറ്റോസ് ഷീറ്റൊക്കെ ആയിരുന്നു ചില കടകളുടെ മേൽക്കൂരകളായി ഉണ്ടായിരുന്നത്. ആ ആസ്ബറ്റോസ് ഷീറ്റൊക്കെ എടുത്ത് ഈ നിരത്ത് വിരിച്ചുകൊണ്ട് അവർ നിലമൊരുക്കിയിട്ടാണ് ഇപ്പോൾ ഈ പാലത്തിന്റെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അവർക്ക് നിൽക്കുന്നതിന് സൗകര്യപ്രദമായും ഒരു കടയുടെ മേൽക്കൂര അത് ഇരുമ്പ് പൈപ്പൊക്കെയാണ്. അത് കട്ടർ വെച്ച് മുറിച്ച് മാറ്റിയിട്ട് കുറച്ചുകൂടി സ്പേസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അവർക്കിപ്പോൾ കുറച്ചുകൂടി കംഫർട്ടായിട്ട് നിന്നുകൊണ്ട് പണിയെടുക്കാനും ഈ ഇരുമ്പ് പാളികൾ ഇതിലേക്ക് ഘടിപ്പിക്കാനും ഒക്കെ സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ സാധ്യമായ വഴികളൊക്കെയും അവലംബിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പണി പൂർത്തിയാക്കുക. നാളെ പ്രഭാതത്തിൽ രക്ഷാപ്രവർത്തകർ, റെസ്ക്യൂ പ്രവർത്തകർ, NDRFന്റെ സംഘമൊക്കെ ഇവിടേക്ക് എത്തുമ്പോൾ അവർക്ക് വളരെ വേഗത്തിൽ ഈ പറയുന്ന മറ്റിടങ്ങളിലേക്കൊക്കെ എത്തിപ്പെടാൻ വേണ്ടി ഈ പാലം ഉപകരിക്കണം. അതിനു മുൻപ് തന്നെ അവരെത്തിപ്പെട്ട രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ പറയുന്ന ചൂരൽമലയിൽ നമ്മളിപ്പോൾ ഈ രാത്രി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറെ ആശ്വാസകരം, ഏറെ പ്രതീക്ഷ നൽകുന്നത് കാലാവസ്ഥയുടെ ഒരു വല്ലാത്ത മാറ്റമാണ്. മഴ കഴിഞ്ഞ ഏതാണ്ട് 1 മണിക്കൂറായി മഴ പൂർണ്ണമായും മാറി നിൽക്കുകയാണ്. ഈ രാത്രിയിലും ഒരു തെളിഞ്ഞ അന്തരീക്ഷം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതുവരെയും മഴത്തുള്ളികളൊക്കെ ആയിട്ട്
റെയിൻകോട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥർ മുഴുവൻ നിന്നിരുന്നത്. ആ സ്ഥാനത്ത് ഇപ്പോൾ മഴയുടെ ഒരു ആശങ്കയും അല്ലെങ്കിൽ ഒരു ഭയപ്പെടുത്തുന്ന സാഹചര്യവും ആർത്തലച്ച് മഴ വീണ്ടും പെയ്തിറങ്ങുമോ എന്നുള്ള ആശങ്കയുടെ അന്തരീക്ഷമൊക്കെ മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പുഴയുടെ കുത്തൊഴുക്ക്, പുഴയുടെ ജലനിരപ്പ് അതും ആശങ്കപ്പെടുത്തുന്ന രീതിയിലല്ല. അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസകരമായ സാഹചര്യം ആ അർത്ഥത്തിൽ ഇപ്പോഴുണ്ട് എന്നുള്ളതാണ്. ഈ നിലയിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ ദ്രുതഗതിയിലുള്ള ഈ പ്രവർത്തനങ്ങൾ ഒരു പക്ഷേ രാവിലെ ആകുമ്പോഴേക്കും പാലം പൂർത്തിയാകുന്നതിലേക്ക് എത്തിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. അങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും ഈ പാലം യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ സ്വാഭാവികമായും ചെറിയ ഹിറ്റാച്ചുകളും JCBകളും ഒക്കെ തന്നെ നമുക്ക് ദുരന്തബാധിത മേഖലകളിലേക്ക് ഓടിച്ചു കയറ്റാനാകും. അവിടെ മൺകൂരകളിൽ, പാറക്കെട്ടുകൾക്കുള്ളിൽ, കോൺക്രീറ്റ് പാളികൾക്കിടയിൽ, മരച്ചില്ലകൾക്കുള്ളിൽ, മരത്തിൻ്റെ വേരുകളിലൊക്കെ പെട്ടുകിടക്കുന്ന മനുഷ്യൻ കൈകൊണ്ട് വെട്ടിയും മറ്റുമൊക്കെ മണ്ണ് മാന്തിയും മണ്ണ് വെട്ടിമാറ്റിയും ഈ മരച്ചില്ലകൾ വെട്ടിമാറ്റിയുമൊക്കെ ഈ കോൺക്രീറ്റ് പാളികൾ അടർത്തി മാറ്റിയുമൊക്കെ ആളുകളെ പുറത്തെടുക്കാനുള്ള ശ്രമകരമായ ദൗത്യം ഇന്ന് നമ്മൾ കണ്ടതാണ്. ഒരു പരിധിവരെ അത് ഫലം കാണുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി കണ്ടെത്തിയതിനേക്കാൾ എത്രയോ അധികം ആളുകൾ ഇപ്പോഴും മണ്ണിനടിയിൽ അവർ കിടക്കുകയാണ്. അവരെയൊക്കെ പുറത്തെത്തിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും അത്തരം ഇടങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിന് ചെറിയ ഹിറ്റാച്ചുകളും അത്യന്താധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള JCBകളുടെ ഒക്കെ ഒരു സാന്നിധ്യവും അതിൻ്റെ പ്രവർത്തനവുമൊക്കെ അനിവാര്യമാണ്. സ്വാഭാവികമായും ഈ പാലം യാഥാർത്ഥ്യമായാൽ അത്തരം ഇടങ്ങളിലേക്കൊക്കെ തന്നെ നമുക്ക് JCBയും ചെറിയ ഹിറ്റാച്ചുകളും ഒക്കെ എത്തിക്കാനാകും. ഈ ചൂരൽ മലയിൽ ഇന്നലെ മുതൽ തന്നെ ചെറിയ ഹിറ്റാച്ചുകളും മറ്റും തയ്യാറാക്കിയിട്ടിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായും അവർക്കകത്തേക്ക് പോകാനാകാത്തൊരു സാഹചര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന നിലവിലെ ഈ രണ്ട് ഭാഗത്തുള്ള കൈവരികൾക്ക് സമാനമായിട്ടുള്ള ആ സ്ട്രക്ചർ പൂർത്തിയായി കഴിഞ്ഞാൽ അതൊന്ന് ആഞ്ഞു തള്ളി നീക്കി കഴിഞ്ഞാൽ അത് വൈകാതെ തന്നെ അല്ലെങ്കിൽ അടുത്തൊരു തള്ളിൽ ഈ ഒരു സ്ട്രക്ചർ കൂടി പൂർത്തിയാക്കുന്നതോടെ ഇതിൻ്റെ ഒരെൻഡ് പുഴയുടെ മറുകരയിൽ എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. ആ അകലത്തിൽ പാലം അതിൻ്റെ ഒരു സ്ട്രക്ചർ ഏതാണ്ട് രൂപപ്പെട്ട് കഴിഞ്ഞു. ആ ബെയിലി പാലത്തിൻ്റെ ആദ്യഘട്ട നിർമ്മാണത്തിൻ്റെ അവസാനഘട്ട നടപടികളിലാണ് ഇപ്പോൾ സൈന്യമുള്ളത്. അതുകൂടി പൂർത്തിയായി കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൻ്റെ പ്ലാറ്റ്ഫോം വിരിക്കലാണ്, അതിന് കടന്നു പോകുന്നതിനുള്ള വഴിയൊരുക്കലാണ്. അതുകൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായും നാളെ സുഗമമായി നമുക്ക് ഈ ദുരന്തബാധിത മേഖലകളിലേക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറിയ ഹിറ്റാച്ചുകളും JCBകളും ഒക്കെ കടത്തിക്കൊണ്ട് പോകാനാകുമെന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനം.